ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ന്യൂ ഇയർ ആയിട്ട് ഡെസ്ക് മേക്ക് ഓവർ ഒക്കെ ചെയ്തു. ബട്ട് അതിന്റെ വീഡിയോ എഡിറ്റ് ആക്കാനുള്ള മടി കൊണ്ട് ഇത്ര ദിവസം ലേറ്റ് ആയി. ഇനി എഡിറ്റ് ആക്കി പോസ്റ്റ് ആക്കിയില്ലെങ്കിൽ ഇത് അടുത്ത ന്യൂ ഇയറിന് ഇടേണ്ടി വരും. ഫസ്റ്റ് തന്നെ ടേബിളൊക്കെ മാറ്റി ക്ലീൻ ആക്കാൻ വേണ്ടി വേറെ സ്ഥലത്ത് കിട്ടു. അതിനുശേഷം പെഗ് ബോർഡിലുള്ള സംഭവങ്ങളൊക്കെ മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് തിരിച്ച് അവിടെ തന്നെ റീപ്ലേസ് ചെയ്തു. പിന്നെ ഉണ്ടായ മെയിൻ പ്രശ്നം ഏത് തീമിലാക്കുന്നായിരുന്നു. ക്യൂട്ട് വേണോ, വിന്റേജ് വേണോ, എസ്തറ്റിക് വേണോ, എന്താണ് ഭയങ്കര കൺഫ്യൂഷൻ. അവസാനം ക്യൂട്ടിൽ അങ്ങോട്ട് ഉറപ്പിച്ചു. ഡെസ്ക് മേക്ക് ഓവർ ചെയ്യണത് ന്യൂ ഇയറിന്റെ തലേ ദിവസമാണ്. അന്ന് തന്നെ കുറെ സ്ഥലത്തേക്കൊക്കെ പോകാനുണ്ട്. അതിനോണ്ട് തന്നെ ഇതിനുള്ള സമയം ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ലായിരുന്നു. എന്നിട്ടും ഞാൻ ചെയ്യാൻ കാണിച്ച മനസ്സ് അതൊക്കെ പോട്ടെ. ഇതിൽ ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടി ഈ ടേബിൾ തിരിച്ചിടില്ലായിരുന്നു. അതൊക്കെ ഇട്ട് അതിന് ഓർഗനൈസേഴ്സ് ഒക്കെ വെച്ച് ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ പോയി. പിന്നെ കണ്ടത് രാത്രിയാണ്. അതിനുശേഷം പണി തുടർന്നു. പിന്നുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് കുറെ ഓർഗനൈസേഴ്സ് ഉണ്ട്, പക്ഷെ അതിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ കുറവാണ്. അതിനോണ്ട് തന്നെ ടേബിളിൽ പല ഭാഗത്തും എംപ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും ഒരുവിധമൊക്കെ ഞാൻ സെറ്റാക്കി എടുത്തു. എന്റെ ടേബിൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കളർ വൈറ്റ് ആണ്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ പറയാനായിട്ട് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേസ്റ്റൽ ബ്ലൂ കളർ ഓർഗനൈസർ. അതാണ് കൂട്ടത്തില് ഇച്ചിരി കൂടി കളർഫുൾ ആയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ മുകളിൽ ഇച്ചിരി പേസ്റ്റൽ കളർ മാർക്കേഴ്സും വാഷി ടേപ്പും വെച്ചു. പിന്നെ ഇപ്പൊ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുഞ്ഞി ക്യൂട്ടായിട്ടുള്ള ഹെയർ ബണ്ണാണ്. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. കാരണം നല്ല പേസ്റ്റൽ കളർ ആയിട്ടുള്ള ഹെയർ ബണ്ണായിരുന്നു. അപ്പോൾ അത് ബിഗ് ബോർഡുമ്പോൾ വെച്ചാൽ നല്ല രസം ഉണ്ടാവും എന്ന് തോന്നിയോണ്ട് വെച്ചു. പിന്നെ ഞാൻ ക്യൂട്ടായിട്ടുള്ള പോസ്റ്റേഴ്സ് വെച്ചു. പിന്നെ പ്രിന്റ് എടുത്ത ക്യാരക്ടേഴ്സും ജേർണൽ സപ്ലൈസിൽ ഉണ്ടായിരുന്ന മെമ്മോ പാഡിന്റെ ഒരു പീസും വെച്ചു കൊടുത്തു. പിന്നെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് എവിടെ വെക്കും. ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാറ്റി വേറെ സ്ഥലത്ത് വെക്കും. അവിടെ ഭംഗിയില്ല എന്ന് പറഞ്ഞാൽ തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ വെക്കും. അതൊരു വലിയ പ്രശ്നമായിരുന്നു. അതിനോണ്ട് തന്നെ കുറേ സമയം അതിനു വേണ്ടി തന്നെ പോയി. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കണ്ണാടിയും പിന്നെ പ്ലാസ്റ്റിക് ആയിട്ട് ഒരു മെഴുകുതിരിയും പിന്നെ തോക്കുണ്ടായിരുന്നു. അത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കളറായിരുന്നു. അതും എടുത്തുകൊണ്ട് വന്നു ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2-3 ബുക്കുകൾ ബുക്ക് ഹോൾഡറിൽ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചു. പിന്നെ മിറർ സെറ്റ് ചെയ്തു. പിന്നെ സ്റ്റിക്കി നോട്ട് ഉണ്ടായിരുന്നു. സ്റ്റിക്കി നോട്ടും വെച്ചു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ 3 ഗിഫ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു. അത് വെച്ചു. അതിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ മെഴുകുതിരി അതാണ്. ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എൻ്റെ വീഡിയോയിൽ എപ്പോഴും കാണാറുള്ള ടവൽ അതും വിരിച്ചു. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്.